ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്. നമുക്ക് ഓരോരുത്തർക്കും കഴിയും. നമ്മളത് ചെയ്യണം. അപ്പോൾ ഈ രാജ്യത്തിന് മാറ്റമുണ്ടാകും. നമ്മിൽ മാറ്റമുണ്ടാകും. ഈജിപ്തിലെ ശെനെ മരുഭൂമിയിൽ 3-5 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. വിശുദ്ധ അന്തോണിക്ക് ശേഷം മരുഭൂമിയിൽ വസിച്ചിരുന്ന മരുഭൂമിയിലെ പിതാക്കന്മാരുടെ സൂക്തങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ അത്ഭുതം സഭയിൽ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. ക്രിസ്തുമതത്തിന്റെ ആദ്യത്തെ ശതകങ്ങളിലാണ് ഈ അത്ഭുതം നടന്നിട്ടുള്ളത് എന്ന് രേഖപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധീകരിക്കുന്ന അപ്പത്തിലും വീഞ്ഞിലും യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ എന്ന് ഒരു സന്യാസി ശങ്കിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാവരും പള്ളിയിൽ പോയി. അപ്പവും വീഞ്ഞും വിശുദ്ധീകരിക്കുന്ന സമയത്ത് തിരുവോസ്തിയുടെ സ്ഥാനത്ത് ഒരു ചെറിയ ആൺകുട്ടിയെ കാണപ്പെട്ടു. പുരോഹിതൻ തിരുവോസ്തി മുറിച്ചപ്പോൾ തിരുവോസ്തിയിൽ നിന്ന് രക്തം കാസയിലേക്ക് ഒഴുകി. ഒരു മാലാഖ തിരുവോസ്തിയിൽ നിന്ന് രക്തമണിഞ്ഞ ഭാഗം എടുത്ത് സന്യാസിമാർക്ക് സ്വീകരിക്കാനായി കൊടുത്തു. ആ സമയം സംശയാലുവായ സന്യാസി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഈ തിരുവോസ്തി അങ്ങയുടെ ദിവ്യ ശരീരമാണെന്നും ഈ കാസയിലുള്ളത് അങ്ങയുടെ ദിവ്യ രക്തമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. തൽക്ഷണം അദ്ദേഹത്തിന്റെ കരങ്ങളിലിരുന്ന രക്തമണിഞ്ഞ മാംസം തിരുവോസ്തിയായി തീരുകയും അദ്ദേഹം ഭക്തിപൂർവം ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു. പ്രാർത്ഥന. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാനും പ്രചരിപ്പിക്കാനും ഞങ്ങളെ സഹായിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യ ഭക്തി ഞങ്ങളിൽ വർദ്ധിക്കാനും ആഴപ്പെടാനും ഇടയാക്കണമേ. ആമേൻ. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന അപ്പത്തിലും വീഞ്ഞിലും യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.